മഹാഭാരത യുദ്ധത്തിന് പല കാരണങ്ങളുണ്ടായിരുന്നു. അതിലൊന്ന് കൗരവരുടെ മാതുലനായ ശകുനിയാണ്. ദുര്യോധനനെ സ്വാധീനിക്കുകയും അവന്റെ ആഗ്രഹങ്ങൾക്ക് കൂട്ടുനിൽക്കുകയും ചെയ്തത് ശകുനിയാണ്. മാത്രമല്ല തന്റെ മാന്ത്രിക ചൂതുകളിയിലൂടെ പാണ്ഡവരെ തോൽപ്പിച്ച് ദ്രൗപദിയെ അപമാനിക്കാൻ ഇടയാക്കുകയും ചെയ്തു. എന്നാൽ ശകുനി ഇതൊക്കെ ചെയ്തതിനു പിന്നിൽ ഒരു കഥയുണ്ട്. അതിന്റെ തുടക്കം ഗാന്ധാര എന്ന ദേശത്തു നിന്നാണ്. അന്ധനായ ധൃതരാഷ്ട്രർക്ക് ഒരു വധുവിനെ കണ്ടെത്താൻ ഭീഷ്മർ തീരുമാനിച്ചു. അദ്ദേഹത്തിന് കാഴ്ചയില്ലാത്തതുകൊണ്ട് രാജാവാകാൻ കഴിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ വംശത്തിന് നിയമപരമായ അവകാശികളെ ഉറപ്പാക്കേണ്ടത് ഭീഷ്മരുടെ ഉത്തരവാദിത്യമായിരുന്നു. ഗാന്ധാരിക്ക് മുൻപ് 100 പുത്രന്മാരുണ്ടാകാനുള്ള വരം ലഭിച്ചിട്ടുണ്ടെന്ന് ഭീഷ്മർ അറിഞ്ഞു. ഇത് വംശത്തിന്റെ നിലനിൽപ്പിന് നിർണായകമായിരുന്നു. അങ്ങനെ അദ്ദേഹം ഗാന്ധാരിയെ ധൃതരാഷ്ട്രർക്ക് വിവാഹം ചെയ്തു കൊടുക്കാൻ തീരുമാനിച്ചു. ഗാന്ധാരിയുടെ പിതാവായ രാജാവിന് ഇത് എതിർക്കാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ഗാന്ധാരിക്ക് മംഗല്യദോഷമുള്ളതുകൊണ്ട് അദ്ദേഹത്തെ വിവാഹം ചെയ്യുന്നതിന് മുമ്പ് ഒരാടിനെ വിവാഹം കഴിക്കുകയും അതിനെ ബലി കൊടുക്കുകയും ചെയ്തിരുന്നു. ഭീഷ്മർ ഇതറിഞ്ഞപ്പോൾ താൻ വഞ്ചിക്കപ്പെട്ടതായി അദ്ദേഹത്തിന് തോന്നി. കോപം വന്ന ഭീഷ്മർ ഗാന്ധാരിയുടെ പിതാവിനെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും കാരാഗൃഹത്തിലടച്ചു. ദിവസവും ഒരു പിടി അരി മാത്രം അവർക്ക് ഭക്ഷണത്തിനായി നൽകി. ജീവൻ നിലനിർത്താൻ കുടുംബം മുഴുവൻ ആ ഭക്ഷണം ശകുനിക്ക് മാത്രം കൊടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ തന്റെ കുടുംബം ഓരോരുത്തരായി കൺമുന്നിൽ മരിക്കുന്നത് ശകുനിക്ക് കാണേണ്ടി വന്നു. മരിക്കുന്നതിന് മുമ്പ് പിതാവ് ശകുനിയുടെ കാലൊടിച്ചു. അത് അദ്ദേഹത്തിന് ഒരു വിട്ടുമാറാത്ത മുടന്തായി മാറി. കുടുംബത്തിന്റെ ദുരവസ്ഥയുടെ വേദന അവൻ ഒരിക്കലും മറക്കാതിരിക്കാൻ വേണ്ടിയായിരുന്നു അത്. കൂടാതെ തന്റെ എല്ലുകൾ കൊണ്ട് ചൂത് കളിക്കുള്ള കവച്ചകൾ ഉണ്ടാക്കാൻ ശകുനിയോട് ആവശ്യപ്പെട്ടു. അങ്ങനെ ഉണ്ടാക്കുന്ന കവച്ചകൾ എപ്പോഴും ശകുനിയുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉരുളുമെന്നും പിതാവ് പറഞ്ഞു. അങ്ങനെ ശകുനി ആ കുടുംബത്തോട് പ്രതികാരം ചെയ്യാൻ തീരുമാനിച്ചു. തന്റെ കുടുംബത്തെ തടവിലാക്കിയതിനും തന്റെ പ്രിയപ്പെട്ട സഹോദരി ഗാന്ധാരിയെ അവളുടെ ഇഷ്ടമില്ലാതെ ഒരു അന്ധനായ രാജാവിന് വിവാഹം ചെയ്തു കൊടുത്തതിനും ശകുനിക്ക് അവരോട് കടുത്ത വെറുപ്പുണ്ടായിരുന്നു. തന്റെ തന്ത്രങ്ങൾ ഉപയോഗിച്ച് ദുര്യോധനനെ വഴിതെറ്റിച്ചുകൊണ്ട് മഹാഭാരത യുദ്ധത്തിന്റെ വിത്തുകൾ ശകുനി പാകി. യുദ്ധത്തിൽ ഭീഷ്മർ, ദ്രോണർ, കർണൻ, ദുശാസനൻ എന്നിവരുൾപ്പെടെ എല്ലാവരും മരിക്കുന്നത് ശകുനി കണ്ടു. ഒടുവിൽ 18-ാം ദിവസം ശകുനിയുടെ പങ്കറിയാമായിരുന്ന സഹദേവൻ അവനുമായി യുദ്ധം ചെയ്തു. മരിക്കുന്നതിന് മുമ്പ് ശകുനി തന്റെ ജീവിതകഥയും തന്റെ ദുരിതങ്ങളും സഹദേവനോട് ഏറ്റുപറഞ്ഞു. തുടർന്ന് സഹദേവൻ ശകുനിയെ വധിക്കുകയും ചെയ്തു. അതോടെ ശകുനിയുടെ പ്രതികാരം അവസാനിച്ചു. തന്റെ പിതാവിന് കൊടുത്ത വാക്ക് പാലിച്ചതുകൊണ്ട് എല്ലാ പാപങ്ങൾക്കും ശേഷം ശകുനിക്ക് സ്വർഗം ലഭിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ശകുനിയുടെ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ബട്ടനും ലൈക്ക് ബട്ടനും ഒന്ന് അമർത്തിയേക്കണേ. ജയ് ശ്രീ രാധാകൃഷ്ണ. രാധേ രാധേ.